പാകിസ്ഥാനിലെ തീവ്രവാദികൾ പഹൽഗാമിലെ ഈ ബൈസരൻ വാലിയിൽ അറ്റാക്ക് നടത്തുകയും അവിടെ നിരായുധരായ അല്ലെങ്കിൽ പാവങ്ങളായ അവിടെ സന്ദർശിക്കാൻ വന്ന ആളുകളിൽ 30 പേരോളം കൊല്ലപ്പെടുകയും ചെയ്തൊരു സംഭവം നമ്മൾ കണ്ടതാണ്. അത്രയും കണ്ണില്ലാത്ത ക്രൂരത ഉറ്റവരുടെ മുൻപിൽ വെച്ച് തന്നെ അവർ ചെയ്തപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് പാകിസ്ഥാനിലെ തന്തയില്ലാത്തവർ വിചാരിച്ചില്ല. അപ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ നിയമ നടപടികൾ കടുപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള നീക്കങ്ങൾ കടുപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ അങ്ങോട്ട് വിറച്ചു. ചൂണ്ടയിട്ട് പാകിസ്ഥാൻ വെള്ളത്തിൽ കാത്തിരുന്നപ്പോൾ അറിഞ്ഞില്ല ആ ചൂണ്ടയിൽ കൊത്താൻ വരുന്നത് അവരെ തിന്നാൻ കഴിവുള്ള തിമിംഗലമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയും പാകിസ്ഥാൻ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ മതിരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല, കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്തൊക്കെയോ ഇന്ത്യയെ കയറിയെങ്കിൽ ചെയ്യാമെന്ന് ഇവന്മാർ വിചാരിച്ചു. ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഒന്നും ചെയ്യില്ല, ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് കഴിവില്ല എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചിരുന്ന ഒരു രാജ്യം ഇന്ത്യയിൽ കുറച്ച് ആളുകൾക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരാളുടെ ദേഹത്ത് ഒരു മണ്ണ് വീഴാനായിട്ട് വന്ന സമയത്ത് അല്ലെങ്കിൽ മണ്ണ് വീണ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ രൂപം അങ്ങ് മാറി. ആ പ്രധാനമന്ത്രി ഇത്രയും നാൾ ഇരുന്ന രൂപമോ അയാളുടെ ഇത്രയും നാളത്തെ സംസാര രീതിയോ ഒന്നും അല്ല പിന്നീട്